Divisional Accountant Officer Important Question Discussion Chapter 7 Part 3 നമ്മൾ പാർട്ട് 3 നോക്കുന്നത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സുകളെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോയായിരുന്നു. ഡിഫേർഡ് റവന്യൂ അതിനകത്ത് വന്നപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയായിരുന്നു. മൾട്ടിപ്പിൾ ഇയേഴ്സിൽ ഇൻകം ഏൺ ചെയ്യുന്ന റെസീപ്റ്റ്സുകളാണ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ഡിഫേർഡ് റവന്യൂ. വിത്തിൻ എ ഇയറിൽ കിട്ടില്ല, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കും അതിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി, നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. നോക്കാം 16ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് റവന്യൂ ഇൻ നേച്ചർ ആൻഡ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരിയഡ് ബട്ട് ഇറ്റ്സ് ബെനിഫിറ്റ്സ് ആർ ടു ബി ഡിവൈഡഡ് ഇൻ മൾട്ടിപ്പിൾ ഫ്യൂച്ചർ പീരിയഡ്. അപ്പം മൾട്ടിപ്പിൾ ഫ്യൂച്ചർ പീരിയഡിലൂടെ നമുക്ക് ഏണിങ്സ് കിട്ടുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് റവന്യൂ ഇൻ നേച്ചർ ആണെങ്കിൽ കൂടിയും ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൂടെ അല്ല അത് കിട്ടുന്നത്. മൾട്ടിപ്പിൾ ഫ്യൂച്ചർ അക്കൗണ്ടിങ് പീരീഡിലാണ് നമുക്കതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടുന്നത്. 5 വർഷമൊക്കെ എടുക്കാം അതിൻ്റെ ബെനഫിറ്റ്സ് നമുക്ക് കിട്ടിത്തുടങ്ങാനായിട്ട്. 5 വർഷത്തോളം, 5 വർഷം 10 വർഷമൊക്കെ എടുക്കാം. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് 17. ദ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺലി എ പോർഷൻ ഓഫ് ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഇൻ ചാർജ്ഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ കറണ്ട് അക്കൗണ്ടിങ് ഇയർ. അപ്പം നമ്മൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഇപ്പോൾ 2025 അക്കൗണ്ടിങ് ഇയർ ആണെങ്കിൽ നമ്മൾ ആ 2025 നമ്മളുടെ കയ്യിൽ നിന്നും എക്സ്പെൻഡിച്ചറായ എമൗണ്ട് മാത്രമേ, നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യത്തുള്ളൂ. ദ ബാലൻസ് ഈസ് ഷോൺ ആസ് ദ അസറ്റ് വിച്ച് വിൽ ബി റിട്ടേൺ ഓഫ് ഡ്യൂറിങ് ദ സബ്സിക്വൻറ്റ് അക്കൗണ്ടിങ് ഇയർ. ബാലൻസ് നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് അത് ഓരോ ഇയറിലും സബ്സിക്വൻറ്റ് ഇയറിലും അതിനെന്ത് ചെയ്യും? റിട്ടേൺ ഓഫ് ചെയ്യും. ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്പെൻഡിച്ചർ ആയെങ്കിൽ 2025 നമുക്കതിന് 5 ലക്ഷത്തിൽ 1 ലക്ഷമേ ആയിട്ടുള്ളൂ. അപ്പം ആ 1 ലക്ഷം രൂപ മാത്രം നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ഓഫ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയും കാണിക്കും. ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ ഡിഡക്റ്റ് ചെയ്ത് റിട്ടേൺ ഓഫ് ചെയ്തായിരിക്കും കാണിക്കുന്നത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എമൗണ്ട് കാണിക്കത്തില്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓൺലി ദ പോർഷൻ ഓഫ് ദി എമൗണ്ട് സ്പെൻഡ് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കുകയുള്ളൂ. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? അത് റിട്ടേൺ ഓഫ് ചെയ്ത് പോകും. 5 വർഷമാണെങ്കിൽ 5 വർഷം. അടുത്ത 17. സം എക്സാമ്പിൾസ് ഫോർ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് താഴെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ advertisement campaign to the introduction of new product in the market. അപ്പം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പലപ്പോഴും PSC ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. താഴെ കുറച്ച് ഐറ്റംസ് തന്നിട്ട് അതിലേതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളാണ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്. ഒരു ഫേമിൽ ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മാർക്കറ്റിലോട്ട്. അപ്പോൾ നമ്മൾ എന്ത് എടുക്കണം? അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അതൊരു ലോങ് ടേമിലേക്കാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതൊരു ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി. അതായത് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയും. നമ്മുടെ അക്കൗണ്ടിങ് ടേമാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. ഒരു ഇനിഷ്യൽ എക്സ്പെൻസസ് ആണ്. ഒരു പുതിയ കമ്പനി തുടങ്ങുന്നു, ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി. അത് ആ എക്സ്പെൻസസിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അഥവാ പ്രിലിമിനറി എക്സ്പെൻസസ്. അപ്പം PSCക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പ്രിലിമിനറി എക്സ്പെൻസസ് കംസ് അണ്ടർ വിച്ച് എക്സ്പെൻഡിച്ചർ? സോ പ്രിലിമിനറി എക്സ്പെൻസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. 3, ബ്രോക്കറേജ് ചാർജസ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ പെയ്ഡ് ആൻഡ് അതർ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ എന്താണ്? ബ്രോക്കറേജ് ചാർജസും അണ്ടർറൈറ്റ് കമ്മീഷൻ പേ ചെയ്യുന്നതും എല്ലാം എന്തിനാണ് വരുന്നത്? ഒരു ഡിഫേർഡ് പറഞ്ഞാൽ നമ്മളൊരു ബ്രോക്കർക്ക് എമൗണ്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കുകയാണ്. അത് ഓവർ എ പീരീഡ് ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സിന് വേണ്ടിയാണ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഡേക്ക്, ഒരു മാസത്തേക്കോ ഒരു ദിവസത്തേക്കോ അല്ല ബ്രോക്കറേജ് ചാർജസ് ഒക്കെ കൊടുക്കുന്നത്, ഒരു ലോങ് ടേമിലേക്കാണ്. നെക്സ്റ്റ് 4, cost of shifting the plant and machinery to new site. This may involve dismantling, removing the regression of plant and machinery. അപ്പോൾ എന്താണ്? ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ പുതിയൊരു സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ വരുന്ന കോസ്റ്റുകൾ, അതെന്താണ്? ആ ഒരു കോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലോട്ടാണ് കാണിക്കുന്നത്? ഫിക്സഡ് അസറ്റുകളല്ലേ ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെ പറയുന്നത്. അപ്പം അത് നമ്മുടെ സൈറ്റ് മാറണം. നമ്മളിപ്പോൾ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൈഡിൽ നിന്ന് വേറൊരു സൈഡിലോട്ട് മാറ്റുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോസ്റ്റുകളെല്ലാം നമ്മൾ എന്താണെന്നാണ് പറയുന്നത്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. നെക്സ്റ്റ് 18, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കി, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ വരെ നോക്കി. ഇനി നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെയും റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. രണ്ടും എന്താണ്, ഒരു റവന്യൂ നേച്ചറിലുള്ളതാണ്. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്കും, റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷോർട്ട് പീരീഡ് ഡേ ടു ഡേയിലൊക്കെ കിട്ടുന്നതാണ്, നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് നോക്കാം. ആദ്യത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ അക്വയറിംഗ് അസറ്റ്സ് ആൻഡ് ടു എൻഹാൻസസ് ദ കപ്പാസിറ്റി ഓഫ് ദി എക്സിസ്റ്റിംഗ് അസറ്റ് ദാറ്റ് റിസൾട്ടഡ് ഇൻക്രീസിങ് ഇൻ ദ ലൈഫ് സ്പാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു അസറ്റുകൾ അക്വയർ ചെയ്യുമ്പോഴും അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴൊക്കെയാണ് എന്ത് അക്വയർ ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്, അതിൻ്റെ ലൈഫ് സ്പാൻ ഒക്കെ കൂട്ടുന്നതിനൊക്കെ ആയിട്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്, എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് നമ്മൾ എടുക്കുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ വരുന്നത്. അടുത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എൻഹാൻസസ് ദ വാല്യൂ ഓഫ് ദി എക്സിസ്റ്റിംഗ് അസറ്റ്. എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂ കൂട്ടുമ്പം നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ഏതാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ അങ്ങനെയാണോ, ഡു നോട്ട് എൻഹാൻസസ് ദ വാല്യൂ ഓഫ് ദി എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂ എവിടെ കൂടുന്നില്ല, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ കൂടുന്നില്ല. അടുത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലോങ് ടേം ബെനിഫിറ്റ് ഫോർ ബിസിനസ്സിന് എന്താണ് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്നതാണ് എന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ ഷോർട്ട് ടേമിലേക്കാണ്, ഷോർട്ട് ടേം ബെനിഫിറ്റാണ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എൻഹാൻസസ് ദ വാല്യൂ ഓഫ് ദി എക്സിസ്റ്റിംഗ് അസറ്റ്. പറഞ്ഞതാണ് എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ ഡു നോട്ട് എൻഹാൻസസ് ദ വാല്യൂ ഓഫ് ദി എക്സിസ്റ്റിംഗ് അസറ്റ്. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അപ്പിയേഴ്സ് അറ്റ് ദ അസറ്റ് സൈഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് സം പോർഷൻ ഓഫ് ഇറ്റ്സ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ അസറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ എന്താ സം പോർഷൻസ് എവിടെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെ മാത്രമേ വരുന്നുള്ളൂ, ഓൾവേസ് അപ്പിയേഴ്സ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം വരുന്നതാണ് എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ PSC ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് എന്താ, റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെ മാത്രമേ വരുന്നുള്ളൂ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ പോർഷൻ എവിടെ വരുന്നുണ്ട്, പോർഷൻ ഒരു ചെറിയൊരു പാർട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നുണ്ട്. പിന്നെന്താ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും വരുന്നുണ്ട്. അടുത്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവൈലബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. റവന്യൂ നമുക്ക് ഒരിക്കലും നോട്ട് അവൈലബിൾ ഫോർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയല്ല റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾ എന്താണ്, എക്സാമ്പിൾ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, പർച്ചേസ് ഓഫ് മെഷീനറി എക്സെട്ര. ഒരു ലോൺ റീപേ ചെയ്യുന്നു, ലോൺ തിരിച്ചടയ്ക്കുന്നു, മെഷീനറി പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ ഉദാഹരണമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിൾസ് എന്താണ്, പേയ്മെൻറ്റ് ഓഫ് സാലറി, മെയിൻ്റനൻസ് ഓഫ് റോഡ്, സ്ട്രീറ്റ് ലൈറ്റ് എക്സെട്ര. അപ്പോൾ നമുക്കൊരു ഡേ ടു ഡേ ഒരു മന്ത്ലി വർക്ക് ചെയ്യുന്ന ഒരു വർക്കറിന് അല്ലെങ്കിൽ എംപ്ലോയിക്ക് നമ്മൾ സാലറി കൊടുക്കുന്ന പേയ്മെൻറ്റ് ഓഫ് സാലറി, പിന്നെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്ട്രീറ്റ് ലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് 19ാമത്തേത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസിപ്റ്റ് എന്താണ്. 19 റെസിപ്റ്റ്. എ റെസിപ്റ്റ് ഈസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് സംതിങ് വാല്യുബിൾ ഫ്രം വൺ പാർട്ടി ടു അനദർ ഇൻ അഡീഷൻ ടു ദ റെസിപ്റ്റ് നോർമലി ഗിവൺ ടു ദ കസ്റ്റമർ ബൈ വെൻഡർ ആൻഡ് സർവീസ് പ്രൊവൈഡർ. റെസിപ്റ്റ് ഈസ് ഓൾസോ ഇൻ ബിസിനസ് ടു ബിസിനസ് എൻറ്റിറ്റീസ് ആസ് വെൽ ആസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റെസിപ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ റെസിപ്റ്റ് ചോദിച്ച് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. സോ റെസിപ്റ്റ് എന്ന് പറയുന്ന ബേസിക്കലി അതിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. അപ്പോൾ നമ്മളെന്താണ് എന്തെങ്കിലും ഒരു വാല്യുബിൾ സാധനം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വാല്യുബിൾ ആയിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ്, റിട്ടേൺ അക്നോളജ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്,
പറയുന്നത്? റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നോർമലി എന്താണ്, വെൻഡേഴ്സ് സർവീസ് പ്രൊവൈഡേഴ്സിനൊക്കെയാണ് ഇത് കൂടുതലും കൊടുക്കുന്നത്. വെൻഡേഴ്സ് മീൻസ് സെല്ലേഴ്സ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് എന്ത് കൊടുക്കുന്നത്? റെസിപ്റ്റ് കൊടുക്കുന്നത്. ഇതൊരു ബിസിനസ് ടു ബിസിനസ് എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആസ് വെൽ ആസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും എന്തുണ്ട്? റെസിപ്റ്റ് ഉണ്ട്. ബി ടു ബി എൻറ്റിറ്റീസ് ആണ്, ബിസിനസ് ടു ബിസിനസ് എൻറ്റിറ്റീസ് ആണ് കൂടുതലും ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ റെസിപ്റ്റ്സ് എന്താണ്? റെസിപ്റ്റ്സ് ആർ 2 ടൈപ്പ്, 2 ടൈപ്പ് റെസിപ്റ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? റവന്യൂ റെസിപ്റ്റും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്താണ്? ഒരു ഏണിംഗ് കപ്പാസിറ്റി തരുന്ന റിട്ടേൺ അക്നോളജ്മെൻ്റ് ആണ്. ഇപ്പം റവന്യൂ നമുക്കറിയാം ഡേ ടു ഡേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എഴുതുന്ന റെസിപ്റ്റ്സുകളായിരിക്കാം റവന്യൂ റെസിപ്റ്റ്സ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ടേമിലേക്കാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ലോങ് ടേം ബെനിഫിറ്റ്സിന് വേണ്ടി വരുന്നതാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത 20. റെസിപ്റ്റ്സ് റെഫേഴ്സ് ടു എമൗണ്ട് റിസീവ്ഡ് ബൈ ബിസിനസ് ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ. അപ്പോൾ റെസിപ്റ്റ് എന്താണ്? റെസിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് റിസീവ്ഡ് ബൈ എ ബിസിനസ്. ഒരു ബിസിനസ് എമൗണ്ട് റിസീവ് ചെയ്യുന്നതിനാണ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് നടക്കുന്നത്? ഫ്ലോ ഓഫ് ക്യാഷ് ആണ്, ക്യാഷ് ഫ്ലോ ആണ് നടക്കുന്നത്. 21. വാട്ട് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ്? അപ്പോൾ എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് ആർ ദ എമൗണ്ട് റിസീവ്ഡ് ഇൻ ഫോം ഓഫ്. അപ്പം നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റിന് നമ്മൾ എമൗണ്ട് എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്? താഴെ പറയുന്ന ഫോമിലാണ് റിസീവ് ചെയ്യുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ, അതായത് പ്രിലിമിനറി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നുണ്ട്? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ലോൺ റിസീവ് ചെയ്യുന്നു, നമ്മളൊരു ബാങ്കിൽ നിന്നും ലോൺ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിന് എന്തെന്നാണ് പറയുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നാണ് പറയുന്നത്. സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് എന്താണ്? ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ ഇത്രയും ഫോം ഓഫ് റെസിപ്റ്റ്സ് ആണ് എന്തിനുള്ളത്? ക്യാപിറ്റൽ റെസിപ്റ്റ്സിനുള്ളത്. രണ്ടും നമുക്ക് എന്താണ്? നമുക്ക് ഏണിംഗ് കപ്പാസിറ്റി തരുന്നതാണ്. പക്ഷേ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്കുള്ള വരുന്ന, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. 22. ദ സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ടേംഡ് ആസ് ദ ക്യാപിറ്റൽ റെസിപ്റ്റ് ബിക്കോസ് ദ എമൗണ്ട് റിസീവ്ഡ് ഈസ് നോട്ട് റവന്യൂ ഏൺഡ് ഇൻ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പം നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചതിൽ സി പാർട്ടി നമ്മൾ പറഞ്ഞു സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന്. അത് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ റെസിപ്റ്റിൽ വന്നത്? അത് ഒരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അല്ല. ഫിക്സഡ് അസറ്റ് നമ്മൾ എല്ലാ ദിവസവും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും മാത്രം നമ്മൾ സെല്ല് ചെയ്യുന്നത് കൊണ്ട് അതിന് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതെന്താണ്? റവന്യൂ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് അല്ല. വല്ലപ്പോഴും മാത്രമേ നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് ഫോർ ഫിക്സഡ് അസറ്റ് വല്ലപ്പോഴും മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുന്നുള്ളൂ. സോ അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റ് നേച്ചറാണ്. 22. ദ ക്യാപിറ്റൽ റെസിപ്റ്റ് ഇൻക്രീസസ് ദ ലൈബിലിറ്റി ഓർ റെഡ്യൂസസ് ദ അസറ്റ്. അപ്പോൾ നമ്മുടെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മുടെ ലൈബിലിറ്റിയെ കൂട്ടുകയും പിന്നെ എന്താണ്? അസറ്റിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. സാധാരണ ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ അസറ്റ് എന്ത് ചെയ്യാണ്? റെഡ്യൂസ് ചെയ്യുവാണ്. ലൈബിലിറ്റി എന്താണ്? കൂടുവാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ഇൻക്രീസസ് ദ ലൈബിലിറ്റി ഓർ റെഡ്യൂസസ് ദ അസറ്റ്. അടുത്ത എന്താണ്? 23. വാട്ട് ഈസ് റവന്യൂ റെസിപ്റ്റ്? അടുത്ത് നമുക്ക് നോക്കാം റവന്യൂ റെസിപ്റ്റ് എന്താണെന്ന്. ക്യാപിറ്റൽ റെസിപ്റ്റ് മനസ്സിലായല്ലോ. നമുക്ക് ഏതൊക്കെ ഫോമിലാണ് ബിസിനസ്സിലേക്ക് നമുക്ക് അഡീഷണൽ എമൗണ്ട് കൊണ്ടുവരുന്നത്, ബാങ്കിൽ നിന്ന് ലോൺ റിസീവ് ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റ് സെല്ല് ചെയ്യുന്നതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അടുത്ത് നമ്മൾ പഠിക്കുന്ന 23 റവന്യൂ റെസിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റവന്യൂ റെസിപ്റ്റ്സ് ആർ ദി എമൗണ്ട് റിസീവ്ഡ് ഇൻ നോർമൽ ആൻഡ് റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ റെഗുലർ കോഴ്സിൽ അല്ലെങ്കിൽ നോർമൽ ഡേ ടു ഡേ ബിസിനസ്സിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന എമൗണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത്? റവന്യൂ റെസിപ്റ്റ്സുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കടയിൽ ഒരു ബുക്ക് സ്റ്റോളിൽ ഒരു 3-4 ബുക്സ്, നമ്മൾ 4 ബുക്ക് ഒരു കസ്റ്റമർ വന്ന് വാങ്ങിച്ചുകൊണ്ട്, ഇപ്പം നമ്മൾ ആ 4 ബുക്സിന് വേണ്ടി നമ്മൾ റെസിപ്റ്റ് എഴുതി കൊടുക്കുവാണ്. എമൗണ്ട് റിസീവ് ചെയ്തിട്ട് റെസിപ്റ്റ് എഴുതുവാണെങ്കിൽ അത് എന്ത് നേച്ചറിലുള്ളതാണ്? റവന്യൂ റെസിപ്റ്റിൽ വരുന്നതാണ്. നോർമൽ ആൻഡ് റെഗുലർ കോഴ്സ് ഓഫ് ബിസിനസ് ആണ് അവിടെ നടന്നത്. അത് നമുക്ക് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ്, നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഉദാഹരണമാണ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ്. ഇൻകം സച്ചസ് ഇൻട്രസ്റ്റ് ഏൺഡ്, കമ്മീഷൻ ഏൺഡ്, റെൻറ്റ് ഏൺഡ്, റിസീവ്ഡ്. അപ്പോൾ നമ്മളുടെ ഒരു FD നമുക്ക് കിടപ്പുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് വന്നു, നമുക്ക്
നമുക്ക് കമ്മീഷൻ കിട്ടി, അല്ലെങ്കിൽ റെൻറ്റ് നമ്മൾ റിസീവ് ചെയ്തു, ഇതെന്നൊക്കെ പറയുന്നത് നമുക്കൊരു നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്നത് കൊണ്ട് തന്നെ അതെന്താണ്, റവന്യൂ റെസീപ്റ്റ്സിന് ഉദാഹരണങ്ങളാണ്. ദീസ് റെസീപ്റ്റ്സ് ആർ ഓൺ അക്കൗണ്ട്സ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ സം സർവീസസ് റെൻഡേഡ് ബൈ ദ ബിസിനസ് ആൻഡ് സച്ച് ആസ് ദേ ആർ നോട്ട് repayable. All revenue receipts are treated as income and shown on the credit side of the profit and loss account. അപ്പോൾ എന്താണ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഗുഡ്സ് സോൾഡ്, അക്കൗണ്ട്സ് ഓഫ് ഗുഡ്സ് സോൾഡ്, സം സർവീസസ് നമ്മൾ റെൻഡർ ചെയ്യുവാണ്. ബിസിനസ് ഇപ്പോൾ സർവീസ് റെൻഡർ ചെയ്യുന്ന ഫേം ആണെങ്കിൽ സർവീസ് ഡേ ടു ഡേ, അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് സർവീസ് റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതെന്താണ്? ഇതൊന്നും റീപേബിൾ അല്ല, നോട്ട് റീപേബിൾ ആണ്. അത് നമുക്ക് ഡേ ടു ഡേയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന എന്താണ് റെസീപ്റ്റ്സുകളാണ് റവന്യൂ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ റെസീപ്റ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ എഴുതുള്ളൂ? ഇൻകംസ് മാത്രമേ എഴുതത്തുള്ളൂ. സോ എന്താണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും പിന്നെ റെസീപ്റ്റുകളാണ്. ഏതൊക്കെ റെസീപ്റ്റ് പഠിച്ചു? ക്യാപിറ്റൽ റെസീപ്റ്റും പഠിച്ചു, റവന്യൂ റെസീപ്റ്റും പഠിച്ചു. ക്യാപിറ്റൽ റെസീപ്റ്റിന് നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ട്. എന്താണ് അതൊന്നും നമ്മൾ വല്ലപ്പോഴും മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇപ്പം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ ഫിക്സഡ് അസറ്റ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇല്ല. സോ അതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിന് ഉദാഹരണമായിട്ട് വരുന്നത്. റവന്യൂവിന് എന്താണ് വരുന്നത്? അവർ ഒരു ഫേമിൽ അവർ ഓരോ ദിവസവും നടക്കുന്ന റെസീപ്റ്റുകളുണ്ട്, ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിപ്പോൾ അതിന് എക്സാമ്പിളാണ്, അതാണ് എന്തിന് എക്സാമ്പിൾ? റവന്യൂ റെസീപ്റ്റ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കുന്ന രണ്ട് വരുമാനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റും എന്ന് പറയുന്നത്. രണ്ടും നമുക്ക് കിട്ടുന്ന ഇൻകമാണ്. പക്ഷേ അതിന് ഓരോ കാലമുണ്ട്. റവന്യൂ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ടേമിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പോർഷനിലുള്ളത്. താങ്ക് യു.